പിണക്കം മാറ്റാനായി ക്യൂട്ടായി വന്ന് ജിയുന്റെ കൂടെ ഡാൻസ് കളിക്കുകയും അതേസമയം തന്നെ അങ്ങോട്ട് മിഞ്ചു വീട് മാറി വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിയോണിന്റെ ഓപ്പോസിറ്റ് റൂമിലേക്ക് ആണ് മിഞ്ചു ഷിഫ്റ്റ് ആയി വന്നിരിക്കുന്നതെന്നറിയുമ്പോൾ അവർ ഞെട്ടുന്നു. അങ്ങനെ സാധനങ്ങൾ എടുത്തു വെക്കാനായി ജിയോനും യുൻജയും അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ മിഞ്ചു ആകട്ടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും യുൻജയെ അവളുടെ അടുത്തേക്ക് വിളിക്കുന്നതൊന്നും ജിയോണിന് ഇഷ്ടമാകുന്നില്ല. യുൻജെ ചെയ്തു കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഓടി വന്ന് അതെല്ലാം അവൻ തന്നെ ചെയ്തു കൊടുക്കുന്നത് കാണാം. ഇതേ സമയം ഇന്നലെ കുടിച്ചു ബോധമില്ലാതെ അവൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഇപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത്. തന്റെ ആദ്യത്തെ കിസ് ജിയോണിനൊപ്പമായല്ലോ എന്ന് സങ്കടം പറയുന്ന നേരം മിൻ അവളെ കിസ് ചെയ്തിരുന്നത് അവൾക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. മിന്നിനു അവൻ ഇത്ര നാളും ആരാധിച്ചിരുന്ന എഴുത്തുകാരി യൂറി ആണെന്നറിഞ്ഞപ്പോൾ അവന് നല്ല ഇഷ്ടം തോന്നിയിരുന്നു. എന്നാൽ ഇതെല്ലാം ആലോചിച്ചു യൂറി ടെൻഷൻ അടിക്കുകയാണ്. മിന്നാണെങ്കിൽ യൂറി എന്തായിരിക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ടാകുക എന്നാണ് ആലോചിക്കുന്നത്. റൂം ഒതുക്കുന്നതിന്റെ ഇടയിൽ യുൻജയുടെ ഒരു ബുക്ക് ജിയോണിന് കിട്ടുന്നുണ്ട്. നിന്റെ ബുക്ക് എന്താണ് ഇവിടെ എന്ന് ജിയോൻ ചോദിക്കുമ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് യുൻജെ അത് മറന്നു വെച്ചതാണെന്നും ഞാനത് എടുത്തു വെച്ചതാണെന്നും പറയുകയാണ് മിഞ്ചു. അതിനുള്ളിൽ ജിയോണിന്റെയും യുൻജയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു. അത് എടുത്തു നോക്കി. നിന്റെ ഗേൾഫ്രണ്ട് ഫോട്ടോയിലേ ഭംഗിയുള്ളൂ, നേരിട്ടില്ല എന്ന് പറയുകയാണ് അവൾ. ഇത് കേൾക്കുമ്പോൾ ജിയോണിന് ദേഷ്യം വരുന്നുണ്ട്. കൂടാതെ ജിയോണിന്റെ ഈ ഫോട്ടോ കണ്ടാണ് അന്ന് അതേ ഹെയർ സ്റ്റൈലിൽ മിഞ്ചു ഒരുങ്ങി യുൻജയെ കാണാൻ വന്നതെന്ന് ജിയോണിന് മനസ്സിലാകുന്നുമുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന യുൻജെ ജിയോണിന്റെ സ്ത്രീ ആയിരുന്നത് പോലുള്ള ഫോട്ടോസ് എടുത്തു നോക്കി സങ്കടപ്പെടുന്നത് കാണാം. അടുത്ത ദിവസം വേസ്റ്റ് കളയാൻ വരുമ്പോൾ ജിയോണിനെ കാണാൻ വരുന്ന മിഞ്ചു അവൻ കളഞ്ഞുപോയ സാധനങ്ങൾക്കിടയിൽ പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്ന പോസ്റ്റർ കാണുന്നുണ്ട്. ഉടനെ തന്നെ മിഞ്ചുവിന് ഗ്രൂപ്പ് ക്ലാസ് ഉണ്ടെന്ന് കോൾ വരികയും അവൾ റെഡിയായി അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അങ്ങനെ ഒരു ക്ലാസ് ഇല്ലെന്നും അവളുടെ സീനിയർക്ക് അവളോട് ഇഷ്ടമായതുകൊണ്ട് അവളെ പറ്റിച്ചു വിളിച്ചു വരുത്തിയതുമാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നത്. അവൻ അവളോട് ഇഷ്ടം തുറന്നു പറയുന്നുണ്ടെങ്കിലും ഇന്ന് അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവന് ക്യാപ്പ് ഗിഫ്റ്റായി നൽകി അവന്റെ ഇഷ്ടം നിരസിച്ചു പോവുകയാണ് അവൾ. ലൈബ്രറിയിൽ നിൽക്കുന്ന നേരത്ത് ജിയോണിന് മിഞ്ചുവിന്റെ കോൾ വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു സ്ഥലത്ത് ഹിസ്റ്റോറിക്കൽ ഡ്രാമയിൽ അഭിനയിക്കുന്നതാണ്. പാർട്ട് ടൈം ജോലി അന്വേഷിച്ച് നടന്നതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിക്കാനായാണ് മിഞ്ചു ജിയോണിനെ വിളിച്ചു വരുത്തിയത്. ആദ്യ ഷോ കഴിഞ്ഞ് അടുത്ത ഷോയ്ക്ക് റെഡിയാകാൻ പറയുകയാണ് ഡയറക്ടർ. എന്നാൽ ഈ ഷോ കഴിഞ്ഞ് നമുക്ക് 3 പേർക്കും കൂടി പുറത്തു പോയി ഫുഡ് കഴിക്കാം എന്ന് മിഞ്ചു പറയുമ്പോഴാണ് അവൾ യുൻജയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ കാര്യം ജിയൂൺ അറിയുന്നത്. തന്നെ ഈ വേഷത്തിൽ ഒരിക്കലും കാണരുതെന്ന് പറഞ്ഞ ജിയൂൺ അവിടെ നിന്നും ഓടിപ്പോയി ഒളിക്കുന്നു. ഇതേ സമയം യുൻജെ അവിടെ എത്തുകയാണ്. ജിയോണിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും കാണുന്നില്ല. എന്നാൽ അടുത്ത ഷോ തുടങ്ങാൻ നേരം മെയിൽ ലീഡ് ഇല്ലാത്തത് കൊണ്ട് യുൻജയെ റെഡിയാക്കിക്കൊണ്ട് നിർത്തുകയാണ് മിഞ്ചു. ഈ ഷോയിൽ കുറച്ച് റൊമാൻസ് ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മിഞ്ചു തകർത്തഭിനയിക്കുകയാണ്. എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത ജിയൂണും ഓടി വന്ന് അവരെ തമ്മിൽ പിരിക്കുകയാണ്. ഡയറക്ടർക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവസാനം യുൻജെ മിഞ്ചുവിനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതായും ജിയൂൻ അവളെ രക്ഷിക്കാനായി യുൻജയെ കൊല്ലുന്നതായും കാണിച്ചുകൊണ്ട് അവർ ആ ഡ്രാമ അവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ജിയൂൻ യൂറിയെ കാണാൻ വരുന്നു. സംസാരിക്കുമ്പോൾ നമുക്ക് 2 പേർക്കും അറിയുന്ന ഒരാളോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ പോവുകയാണെന്ന് പറയുകയാണ് യൂറി. പിന്നീടാണ് അത് മിന്നാണെന്ന് ജിയോണിന് മനസ്സിലാകുന്നത്. എന്തായാലും മിന്നുമായി ഇഷ്ടത്തിലാവാൻ യൂറിയെ സഹായിക്കാമെന്ന് വാക്ക് നൽകി ജിയൂൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ യൂറിക്ക് ആരാധകർ നൽകിയ ഗിഫ്റ്റുകളും എടുത്തുകൊണ്ടാണ് അവൾ വരുന്നത്. വീടെത്തുമ്പോൾ മിഞ്ചുവിന്റെ സീനിയർ വീട്ടിലേക്ക് വന്ന് അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നത് കാണുകയാണ് ജിയൂൻ. അവൾ ആദ്യം അതൊന്നും കാര്യമാക്കിയില്ലെങ്കിലും നിന്നെ യുൻജെ നോക്കുന്നതിൽ നന്നായി ഞാൻ നോക്കാമെന്ന് അയാൾ മിഞ്ചുവിനോട് പറയുന്നത് കേൾക്കുന്നതും ജിയോണിന് കലി വരികയാണ്. അവൾ ഓടി വന്ന് അവനെ ഗിഫ്റ്റ് കൊണ്ട് നല്ല അടി കൊടുക്കുന്നതും കാണാം. എന്തായാലും സീനിയറിൽ നിന്നും ജിയോൺ അവളെ രക്ഷിക്കുന്നുണ്ട്. ഒന്നിച്ചിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ജിഹെ വരികയും അവിടെ ഇരിക്കുന്ന മിഞ്ചുവിനെ പരിചയപ്പെടുകയുമാണ്. യുൻജയുടെ പിന്നാലെ നടക്കുന്ന മിഞ്ചു തന്നെയാണ് ഇതെന്ന് ജിഹയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്ത ദിവസം ഉറക്കമുണരുമ്പോൾ അച്ഛനും അമ്മയും കൂടി ഔട്ടിങ്ങിന് പോവുകയാണെന്നും ലേറ്റായേ വരികയുള്ളൂ എന്നുമുള്ള ഒരു കുറിപ്പ് അവർ കാണുന്നുണ്ട്. ഈ അവസരം മുതലാക്കി യുൻജയുടെ അനിയത്തി കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോവുകയാണ്. എന്തായാലും അനിയത്തി അവിടെ ഉണ്ടാവില്ലെന്നറിയുന്ന യുൻജെ ജിയോണിനെ ലഞ്ചിന് വിളിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ജിയൂണിനെ വിളിച്ച് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന നേരത്താണ് ഔട്ടിങ്ങിന് പോയ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കി അവിടേക്ക് തിരിച്ചു വരുന്നത്.
ജിയോൻ ഓടിപ്പോയി ഒളിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് പോകുന്ന ജിയൂണിനെ അമ്മ കാണുന്നുണ്ട്. അമ്മ കരുതുന്നത് ജിയൂൺ അനിയത്തിക്ക് ട്യൂഷൻ എടുക്കാൻ വന്നതാണെന്നും എന്നാൽ അനിയത്തി കറങ്ങാൻ പോയതുകൊണ്ട് അവൻ തിരിച്ചു പോവുകയാണ് എന്നുമാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് യൂറി മിന്നിനെ കാണാൻ കഫയിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ജിയൂണിന്റെ ഗ്രാൻഡ് പാ പോയി ഫോട്ടോസ് എടുത്ത് ജിയൂണിന്റെ മാതാപിതാക്കളെ കാണാൻ വരുന്നത് കാണാം. എടുത്ത ഫോട്ടോസ് എല്ലാം ജിയൂണിന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയുമാണ്. ആദ്യത്തെ ഫോട്ടോ അമ്മ നോക്കി, രണ്ടാമത്തെ ഫോട്ടോ അമ്മ നോക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമമാവുന്നു. കാരണം ഗ്രാൻഡ് പാ സ്ത്രീകളുടെ വേഷമാണ് അതിൽ ധരിച്ചിരിക്കുന്നത്. സങ്കടം വരുന്ന ജിയോണിന്റെ അമ്മ ഗ്രാൻഡ് പായെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ആണ് അത് ജിയോണിന്റെ അമ്മയുടെ അമ്മയായിരുന്നെന്നും പുരുഷരൂപത്തിലേക്ക് മാറിയെങ്കിലും പിന്നീട് സ്ത്രീ വേഷത്തിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടായില്ലെന്നും നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് മാത്രമല്ല, അങ്ങോട്ട് വന്ന ജിയോണിനും ഇത്രനാളും ജിയോണും ജിഹ്യയും ഇത് അമ്മയുടെ അച്ഛനാണെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് ഇത് ഗ്രാൻഡ്മ ആയിരുന്നെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. സങ്കടവും ദേഷ്യവും ജിയോണിന് ഒരുപോലെ വരുന്നുണ്ട്. കാരണം അവൾക്കും ഇതുപോലെ ഒരു തിരിച്ചുപോക്ക് ഇനി ഇല്ലെങ്കിലോ. ജിഹെ മാച്ച് മേക്കർ ആയാണ് വർക്ക് ചെയ്യുന്നത്. തന്റെ അമ്മയ്ക്ക് ഒരു പാർട്ട്ണറെ നോക്കി യുൻജയുടെ കഫേ ഓണർ ജിഹയെ കാണുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് സംസാരിക്കുമ്പോൾ അവർ അവരുടെ ഇഷ്ടം തുറന്നു പറയുകയാണ്. താൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ജിയോങ്ജ പറയുമ്പോൾ താൻ തന്റെ ആദ്യ പ്രണയത്തെ 10 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയെന്ന് പറയുകയാണ് ജിഹെ. ഇതേ സമയം യോങ് സിയോക്കിന്റെ അച്ഛൻ മരിച്ചെന്ന മെസ്സേജ് വരുന്നതും ജിഹെ ജിയോങ്ജായോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. ജിഹെ പോയി കഴിഞ്ഞാണ് യോങ് സിയോക്കിന്റെ അച്ഛൻ മരിച്ചെന്ന മെസ്സേജ് അവൾക്ക് വരുന്നത്. അപ്പോൾ തന്നെ ജിയോങ്ജാക്കിനെ തങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നത് ഒരാളെ തന്നെയാണോ എന്ന് സംശയം തോന്നുന്നു. അങ്ങനെ രണ്ടുപേരും യോങ് സിയോക്കിന്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. യോങ് സിയോക്കിന്റെ അമ്മയുടെ ജിയോങ്ജായോടുള്ള അടുപ്പം കാണുമ്പോൾ ജിഹയ്ക്ക് അവരുടെ കാര്യം വീട്ടിൽ അറിയാമെന്ന് മനസ്സിലാകുന്നുണ്ട്. രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും യോങ് സിയോക്കിന് ഇഷ്ടമാണെന്നും എന്നാൽ നമ്മൾ അതിന്റെ പേരിൽ തർക്കിക്കേണ്ട, അവന് നമ്മളിൽ ആരോടാണോ ഇഷ്ടം തോന്നുന്നത് അവരെ യോങ് സിയോക്ക് തന്നെ സ്വയം തിരഞ്ഞെടുക്കട്ടെ എന്ന് പറയുകയാണ് ജിയോങ്ജ. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മിഞ്ചു കരഞ്ഞു തളർന്ന് പനി പിടിച്ചിരിക്കുന്ന ജിയോണിനെ കാണുന്നുണ്ട്. ഡോക്ടറെ കാണാൻ പോവാമെന്ന് അവൾ പറയുമ്പോൾ ജിയൂൺ അതിന് സമ്മതിക്കുന്നില്ല. അവസാനം ജിയൂണിനെ അകത്തു കൊണ്ടുപോയി കിടത്തുകയാണ് മിഞ്ചു. കൂട്ടിയിരുന്ന അവസാനം മിഞ്ചുവും അവിടെ കിടന്നുറങ്ങിപ്പോകുന്നു. ജിയൂണിനെ വിളിച്ചിട്ട് കിട്ടാതെ വീട്ടിലേക്ക് വരുമ്പോൾ യുൻജെ കാണുന്നത് ഒന്നിച്ചുറങ്ങുന്ന ജിയൂണിനെയും മിഞ്ചുവിനെയും ആണ്. ഉറക്കമുണരുമ്പോൾ നീ എന്താ ഇവിടെ എന്ന് ജിയൂണും, സത്യം പറയടാ ഞാൻ എന്താ ഇവിടെ എന്ന് മിഞ്ചുവും ഇവരുടെ വഴക്കിന്റെ ഇടയിൽ പെട്ടുപോകുന്ന യുൻജയെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത്.